ഓഫ് ക്യാമ്പസ് അക്കാഡമി 10th സ്റ്റാൻഡേർഡ് ജോഗ്രഫി 4th ചാപ്റ്റർ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന പാഠഭാഗമാണ് ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു എപ്പിസോഡിൽ തന്നെ നമുക്ക് ഈ പാഠം പൂർണ്ണമായിട്ടും പരിശോധിക്കാവുന്നതാണ്. ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ധരാതലീയ ഭൂപടങ്ങൾ എന്നാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ വിശദമായിട്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾ, നദികൾ, മറ്റു ജലാശയങ്ങൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുനിലങ്ങൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട ഭൗമോപരിതല സവിശേഷതകളാണ് ഈ ഭൂപടത്തിൽ സാധാരണഗതിയിൽ ചിത്രീകരിക്കാറ്. എന്താണ് ധരാതലീയ ഭൂപടങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതിദത്തമായിട്ടുള്ള പ്രകൃതിയിലുള്ള എല്ലാം അല്ലേ, പ്രകൃതിയിൽ താനെ ഉണ്ടായിട്ടുള്ള എന്താണ് സസ്യങ്ങളും അതുപോലെ തന്നെ വനപ്രദേശങ്ങളും നദികളും പുഴകളും പർവ്വതങ്ങളും താഴ്വരകളും പീഠഭൂമികളും മരുഭൂമികളും എല്ലാം പ്രകൃതിദത്തമാണ്. പിന്നെ മനുഷ്യനിർമ്മിതമായത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അണക്കെട്ടുകൾ അല്ലേ, റോഡുകൾ, മറ്റ് നിർമ്മിതികൾ, കെട്ടിടങ്ങൾ എല്ലാം എന്താണ് നമ്മൾ മനുഷ്യനിർമ്മിതമാണ്. അപ്പം പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ വിശദമായി തന്നെ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെ ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നു. ഇന്ത്യയിൽ ധരാതലീയ ഭൂപടം നിർമ്മിക്കുന്നതിനുള്ള ചുമതല സർവേ ഓഫ് ഇന്ത്യക്കാണ്. നിരന്തരമായിട്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻ വിഭാഗത്തിൽ വരുന്നൊരു ചോദ്യമാണത്. ഇന്ത്യയിൽ ധരാതലീയ ഭൂപടം നിർമ്മിക്കുന്നതിനുള്ള ചുമതല സർവേ ഓഫ് ഇന്ത്യക്കാണ്. ധരാതലീയ ഭൂപടങ്ങൾ വലിയ തോത് ഭൂപടങ്ങളാണ്. താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ. ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും വേണ്ടിയിട്ട്, സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതിന് എല്ലാം ധരാതലീയ ഭൂപടങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതും നിരന്തരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് രാജ്യസുരക്ഷ പരിഗണിച്ച് തന്ത്രപ്രധാനമായ പ്രദേശങ്ങളുടെ ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തി വരുന്നുണ്ട്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ധരാതലീയ ഭൂപട വായനയ്ക്ക് മനസ്സിലാക്കേണ്ട അനിവാര്യ ഘടകങ്ങൾ എന്തൊക്കെയാണ്. അപ്പം ധരാതലീയ ഭൂപടങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട അനിവാര്യമായ ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അവിടെ ഏറ്റവും ആദ്യമായിട്ട് ധരാതലീയ ഭൂപടങ്ങളുടെ നമ്പർ ക്രമം. ധരാതലീയ ഭൂപടം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് നിങ്ങൾക്ക് നമ്പർ കാണാൻ പറ്റും. ധരാതലീയ ഭൂപടത്തിൽ നമ്പർ ക്രമമുണ്ട്. പിന്നെ സ്ഥാനനിർണ്ണയ രീതികൾ, അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് അത് ചിത്രങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കാണിക്കുന്നുണ്ട്. അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും, ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കേണ്ട ഓരോ നിറങ്ങൾ ഏതൊക്കെയാണ്, ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയതാണ്. ആ നിറങ്ങളും ചിഹ്നങ്ങളും മാത്രമേ ഭൂപടങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഭൂപ്രദേശത്തിൻ്റെ ഉയരവും ചരിവും, അപ്പോൾ ഇങ്ങനെ ചിത്രീകരിക്കുന്ന രീതികൾ എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ധരാതലീയ ഭൂപട വായനയ്ക്ക് അനിവാര്യമാണ്. അപ്പോൾ ധരാതലീയ ഭൂപടങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അനിവാര്യമായ ഘടകങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നഗരാസൂത്രണത്തിന്, ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന്, ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിന്, വിഭവ സംരക്ഷണത്തിനും വിഭവാസൂത്രണത്തിനും ഭൂപടങ്ങളുടെ കമ്പ്യൂട്ടർവൽകൃത രൂപം GIS സങ്കേതത്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഉപയോഗത്തെക്കുറിച്ച് പ്രത്യേകം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും പോയിൻ്റ് എഴുതുക. നഗരാസൂത്രണത്തിന്, ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന്, ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിന്, വിവര സംരക്ഷണത്തിനും അതുപോലെ തന്നെ വിഭവ സംരക്ഷണത്തിനും ആസൂത്രണത്തിനും നമ്മൾ ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിച്ച് പോരുന്നുണ്ട്. ധരാതലീയ ഭൂപടങ്ങളുടെ ലേഔട്ടും നമ്പറിങ്ങും, നമ്മൾ ധരാതലീയ ഭൂപടങ്ങൾ വിശകലനം ചെയ്യുന്ന സമയത്ത് ഷീറ്റുകൾ മില്യൺ ഷീറ്റുകളായിട്ട് തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മില്യൺ ഷീറ്റുകളെ നമ്മൾ ഡിഗ്രി ഷീറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡിഗ്രി ഷീറ്റുകളെ നമ്മൾ വീണ്ടും മിനിറ്റ് ഷീറ്റുകളാക്കി തിരിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മളതിൽ ഒരു എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ധരാതലീയ ഭൂപടങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അടയാളങ്ങളും ചിഹ്നങ്ങളും ഭൂസവിശേഷതകൾ
ഭൂസവിശേഷത്തെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് സൂചിപ്പിക്കുന്നുണ്ട്. ആ അടയാളങ്ങളും ചിഹ്നങ്ങളും ഭൂസവിശേഷമൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ടെക്സ്റ്റ് നോക്കി മനസ്സിലാക്കി വെക്കണം. ഗ്രിഡ് റെഫറൻസിന് വേണ്ടി നമുക്കത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. നിരാതലീയ ഭൂപടങ്ങളിലെ അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളെക്കുറിച്ചാണ് പിന്നീട് ഇവിടെ പറയുന്നത്. വിവിധങ്ങളായിട്ടുള്ള ഭൂതല സവിശേഷതകളെ വ്യത്യസ്ത നിറങ്ങളിലുള്ള അടയാളങ്ങളും ചിഹ്നങ്ങളും നൽകിയാണ് നിരാതലീയ ഭൂപടങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളുമാണ് നിരാതലീയ ഭൂപടത്തിൽ ഉപയോഗിക്കുന്നത്. അതിനാൽ ഓരോ രാജ്യക്കാരും തയ്യാറാക്കുന്ന നിരാതലീയ ഭൂപടങ്ങൾ ഏത് രാജ്യക്കാർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വിശകലനം ചെയ്യാനും സാധിക്കുന്നു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, സ്മാരകങ്ങളും കെട്ടിടങ്ങളെയും കുറിച്ചുള്ള നിരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്ന സാധാരണ ചിഹ്നങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ആദ്യം കോട്ട, അമ്പലം, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, ശവകുടീരം, ശവപ്പറമ്പ്, അങ്ങനെ കാണുന്ന പിന്നെ സസ്യജാലങ്ങളെക്കുറിച്ച്, പാർപ്പിടങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ഗതാഗത മാർഗങ്ങളെക്കുറിച്ച്, ഉയരം ചിത്രീകരിക്കുന്ന ചിഹ്നങ്ങളെക്കുറിച്ച്, ഭൂസവിശേഷങ്ങളെല്ലാം തന്നെ എന്താണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി എന്താണ് ഗ്രിഡ് റെഫറൻസ് നമ്മൾ പഠിക്കാനുണ്ട്. ഗ്രിഡ് ഉപയോഗിച്ച് ഭൗമോപരിതല വസ്തുക്കളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിനെ നമ്മൾ ഗ്രിഡ് റെഫറൻസ് എന്ന് പറയാം. ഭൗമോപരിതലത്തിൽ 1 കിലോമീറ്റർ നീളവും വീതിയുമുള്ള പ്രദേശങ്ങളെയാണ് നിരാതലീയ ഭൂപടത്തിൽ 2 സെൻറ്റിമീറ്റർ നീളത്തിലും 2 സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള ഗ്രിഡുകളായി തിരിക്കുന്നത്. നിരാതലീയ ഭൂപടങ്ങളിൽ ചെറിയ ഭൂസവിശേഷങ്ങളുടെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനാണ് ഈസ്റ്റിങ്സ് നോർത്തിങ്സ് രേഖകൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്. ഈസ്റ്റിങ്സ് നോർത്തിങ്സ് സ്ഥിരമായിട്ട് എക്സാമിനേഷൻ വരുന്ന മറ്റൊരു ചോദ്യമാണ്. എന്താണ് ഗ്രിഡ് റെഫറൻസ് എന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ഗ്രിഡ് റെഫറൻസ്? നിരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിലും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും ചുവന്ന രേഖകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവയിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകൾ ഈസ്റ്റിങ്സ് എന്നറിയപ്പെടുന്നു. കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള രേഖകളെ നോർത്തിങ്സുകൾ എന്നും അറിയപ്പെടുന്നു. ഈസ്റ്റിങ്സ് നോർത്തിങ്സ് രേഖകൾ ചേർന്നുണ്ടാകുന്ന ജാലികയാണ് ഗ്രിഡ് റെഫറൻസ്. അപ്പോൾ ആദ്യം എന്താണ് ഈസ്റ്റിങ്സ് നോർത്തിങ്സ് എന്ന് പഠിക്കുക. അതിനുശേഷം ഈസ്റ്റിങ്സ് നോർത്തിങ്സ് കൂടി ചേർന്ന ജാലികയ്ക്കാണ് നമ്മൾ ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്നത്. അതിൽ ഈസ്റ്റിങ്സിനെ കുറിച്ച് വളരെ വിശദമായിട്ട് കൊടുത്തിരിക്കുന്നു. ഈസ്റ്റിങ്സിൻ്റെ ചിത്രം ടെക്സ്റ്റിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നിരാതലീയ ഭൂപടത്തിൽ തെക്ക് വടക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ഈസ്റ്റിങ്സ്. ഇവരുടെ മൂല്യം കിഴക്ക് ദിശയിലേക്ക് പോകുന്തോറും കൂടി വരികയാണ് ചെയ്യുന്നത്. ഭൂതലത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് ഇടതുവശത്തായി കാണപ്പെടുന്ന ഈസ്റ്റിങ്സിൻ്റെ മൂല്യമാണ് സ്ഥാനനിർണ്ണയത്തിന് പരിഗണിക്കുക. അതുപോലെ നോർത്തിങ്സ് എന്ന് പറയുന്നത് നിരാതലീയ ഭൂപടങ്ങളിൽ കിഴക്ക് പടിഞ്ഞാറായി വരച്ചിരിക്കുന്ന ചുവന്ന രേഖകളാണ്. ഇതിൻ്റെ മൂല്യം വടക്കോട്ടാണ് കൂടുന്നത്. അതുപോലെ പഠിക്കാനുള്ളത് 4 അക്ക ഗ്രിഡ് റെഫറൻസും 6 അക്ക ഗ്രിഡ് റെഫറൻസിനെ കുറിച്ചും പഠിക്കാനുണ്ട്. 4 അക്ക ഗ്രിഡ് റെഫറൻസിൽ സ്ഥാനനിർണ്ണയം നടത്തേണ്ട ഭൂസവിശേഷയുടെ തൊട്ട് ഇടത് ഭാഗത്തുള്ള ഈസ്റ്റിങ്സിൻ്റെ മൂല്യമാണ് ആദ്യം എടുക്കേണ്ടത്. അതിനുശേഷം ഭൂസവിശേഷയുടെ തൊട്ട് താഴെയുള്ള നോർത്തിങ്സിൻ്റെ മൂല്യം ഈസ്റ്റിങ്സിൻ്റെ മൂല്യത്തോട് ചേർത്ത് എഴുതണം. ഈ സ്ഥാനനിർണ്ണയ രീതിയാണ് 4 അക്ക ഗ്രിഡ് റെഫറൻസ്. 4 അക്ക ഗ്രിഡ് റെഫറൻസ് സാധാരണയായി ഉപയോഗിക്കുക വലുപ്പമേറിയ ഭൂസവിശേഷതകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താണ് 6 അക്ക ഗ്രിഡ് റെഫറൻസിൻ്റെ പ്രത്യേകത? താരതമ്യേന വലിപ്പം കുറഞ്ഞ ഭൂസവിശേഷതകളെയാണ് 6 അക്ക ഗ്രിഡ് റെഫറൻസിലൂടെ സ്ഥാനനിർണ്ണയം നടത്തുന്നത്. ഇതിനായിട്ട് സ്ഥാനനിർണ്ണയം നടത്തേണ്ട ഭൂസവിശേഷതയുടെ ഇടതുഭാഗത്തുള്ള ഈസ്റ്റിങ്സിൻ്റെ മൂല്യം ആദ്യം എഴുതണം. അതിനുശേഷം അടുത്ത ഈസ്റ്റിങ്സ് വരെയുള്ള അകലത്തെ 10 ഭാഗങ്ങളായി തിരിച്ച് ഏത് ഭാഗത്തിന് നേരെയാണ് ഭൂസവിശേഷത വരുന്നത് അതിൻ്റെ മൂല്യവും ഈസ്റ്റിങ്സിൻ്റെ മൂല്യത്തോട് ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. സാധാരണഗതിയിൽ 6 അക്ക ഗ്രിഡ് റെഫറൻസ് വലിപ്പം കുറഞ്ഞ ചെറിയ ഭൂസവിശേഷതകളെയാണ് 6 അക്ക ഗ്രിഡ് റെഫറൻസിലൂടെ സ്ഥാനനിർണ്ണയം നടത്തുക. ഗ്രിഡ് റെഫറൻസുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു തടാകത്തിൻ്റെ 4 അക്ക ഗ്രിഡ് റെഫറൻസ് കാണാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുഴൽക്കിണറിൻ്റെ 4 അക്ക ഗ്രിഡ് റെഫറൻസ് കാണാൻ ചോദിക്കുന്നുണ്ട്. ഇതിൽ തടാകത്തിൻ്റെ ആണ് ഏറ്റവും ആദ്യം കാണിക്കുന്ന ചിത്രം. അതിൻ്റെ 4 അക്ക ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുമ്പം 52:18 വരിക. ആദ്യം ഈസ്റ്റിങ്സിൻ്റെ വാല്യൂ 52 എഴുതുക, പിന്നീട് നോർത്തിങ്സിൻ്റെ തടാകത്തിന് മുമ്പുള്ള വാല്യൂ ആണ് എഴുതുന്നത് 18. അപ്പം 52:18 4 അക്ക ഗ്രിഡ് റെഫറൻസ്. പിന്നെ ചിത്രം 4.12 പ്രകാരം ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് ഇതിനെ കുഴൽക്കിണറിൻ്റെ 6 അക്കം കാണുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൻ്റെ രീതി, ഇതിൻ്റെ 6 അക്കം നമുക്ക് കിട്ടുക എങ്ങനെയാണ്? 15. ഈസ്റ്റിങ്സിൻ്റെ വാല്യൂ ആദ്യം 15 കുഴൽക്കിണറിന് മുമ്പായിട്ടുള്ളത്. 15 ഈസ്റ്റിങ്സിൻ്റെ 10 ഡിവൈഡ് ചെയ്യുന്നു. അതിൽ 5ാമത്തെ ഭാഗത്താണ് കുഴൽക്കിണർ വരുന്നത്. അപ്പം 15, 5. പിന്നെ നോർത്തിങ്സിൻ്റെ വാല്യൂ ഇത് 76. പിന്നെ 5ാമത്തെ ഭാഗത്ത് തന്നെയാണ് കുഴൽക്കിണർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം
15/5/76/5 എന്നാണ് ഇതിൻ്റെ വാല്യൂ വരിക, അതിൻ്റെ 6 അക്ക ഡിഫറൻസ് വരിക. നമ്മൾ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് അത് സാധാരണഗതി ചോദിക്കാറുണ്ട്. ടെക്സ്റ്റിലൊക്കെ കാണിച്ചിരിക്കുന്ന ഗ്രിഡ് വളരെ പരിശോധിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ഗ്രിഡ് കാണിക്കുന്ന 4 അക്ക 6 അക്ക ഗ്രിഡ് ഡിഫറൻസ് എല്ലാം തന്നെ നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്താണ് ഗ്രിഡ് ഡിഫറൻസ് എന്ന് പഠിക്കുക. അതുപോലെ തന്നെ ഇതിൽ വലിയ ഭൂസവിശേഷതകളെ 4 അക്കത്തിൽ കണ്ടെത്താൻ പഠിക്കുക. ചെറിയ ഭൂസവിശേഷതകളെ 6 അക്കത്തിലും കണ്ടെത്താൻ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇനി എന്താണ് കോണ്ടൂർ രേഖകൾ? ധരാതലീയ ഭൂപടങ്ങളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് കോണ്ടൂർ രേഖകൾ എന്ന് പറയുക. കോണ്ടൂർ രേഖയോടൊപ്പം രേഖപ്പെടുത്തിയിരിക്കുന്ന സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കോണ്ടൂർ മൂല്യം എന്നാണ് അറിയപ്പെടാറ്. കോണ്ടൂർ വാല്യൂ എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്തടുത്തുള്ള 2 കോണ്ടൂർ രേഖകളുടെ മൂല്യ വ്യത്യാസത്തെ കോണ്ടൂർ ഇടവേള എന്നും പറയുന്നുണ്ട്. കോണ്ടൂർ രേഖകളും എന്താണ്, സ്ഥിരമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യനായിട്ട് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ പ്രദേശത്തിന് കുത്തനെയുള്ള ചെരിവ് ആയിരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ പ്രദേശത്തിൻ്റെ ചെരിവ് കുറവായിരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഭൂപ്രദേശത്തിൻ്റെ ഉയരം, ചരിവ്, ഭൂരൂപത്തിൻ്റെ ആകൃതി, നേർക്കാഴ്ച തുടങ്ങിയവ മനസ്സിലാക്കുന്നതിന് കോണ്ടൂർ രേഖകൾ സഹായിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു. അപ്പം കോണ്ടൂർ രേഖ എന്തിനെല്ലാം ഉപയോഗിക്കുന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂപ്രദേശത്തിൻ്റെ ഉയരം മനസ്സിലാക്കാൻ, ചരിവ് മനസ്സിലാക്കാൻ, ഭൂരൂപത്തിൻ്റെ ആകൃതി മനസ്സിലാക്കാൻ, നേർക്കാഴ്ച കണ്ടുപിടിക്കാനൊക്കെ നമ്മളെന്ത് യൂസ് ചെയ്യാറുണ്ട്, കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കാറുണ്ട്. കോണ്ടൂർ രേഖയുടെ ഒരു ചിത്രമാണ് ഇവിടെ ഒന്നാമത്തെ ചിത്രമായിട്ട് കൊടുത്തിരിക്കുന്നത്. കോണ്ടൂർ രേഖകളെ 3D ഗ്ലാസ്സിലൂടെ എന്താണ് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇതിൽ കാണിക്കുന്നത്. 4.13 4.13 ചിത്രത്തിൽ ഇത് കാണിക്കുന്നുണ്ട്. 3D ആകുന്ന സമയത്ത് പ്രദേശത്തിൻ്റെ ഉയരം, ചരിവ്, ആകൃതിയൊക്കെ കൃത്യമായി നമുക്ക് കോണ്ടൂർ രേഖ ഉപയോഗിച്ച് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ കോണ്ടൂർ രേഖ ഉപയോഗിച്ച് നിങ്ങൾ ചിത്രം വരയ്ക്കുന്ന മെത്തേഡ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നിങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് വരച്ച് പഠിക്കുക. കോണ്ടൂർ രേഖകൾ ഉപയോഗിച്ച് ഭൂരൂപത്തിൻ്റെ ആകൃതി തയ്യാറാക്കുന്ന വിധമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആകൃതി തയ്യാറാക്കിയതിന് ശേഷമുള്ള ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ധരാതലീയ ഭൂപടങ്ങളിലെ നേർക്കാഴ്ചയെക്കുറിച്ചാണ് പിന്നെ പഠിക്കാനുള്ളത്. എന്താണ് നേർക്കാഴ്ച എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. ധരാതലീയ ഭൂപടങ്ങളിൽ 2 സ്ഥലങ്ങൾ തമ്മിൽ പരസ്പരം ദൃശ്യമാണെങ്കിൽ അവ തമ്മിൽ നേർക്കാഴ്ചയിലാണെന്ന് പറയാം. വൈദ്യുതി പോസ്റ്റുകൾ, മൊബൈൽ ടവറുകൾ, വയർലെസ് ട്രാൻസ്മിഷൻ ടവറുകൾ തുടങ്ങിയവ സ്ഥാപിക്കുന്നതിനും നേർക്കാഴ്ച സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്ഥലങ്ങൾ തമ്മിലുള്ള നേർക്കാഴ്ച കണ്ടെത്തുന്നതിന് കോണ്ടൂർ രേഖകൾ പ്രയോജനപ്പെടുത്തുന്നത് എന്താണ്, ഈ ഒരു കലാകൃതി എന്താണ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സ്ഥലാകൃതിയെ നമ്മൾ ഈ രീതിയിൽ എന്താണ് നേർക്കാഴ്ച കണ്ടുപിടിക്കാറുണ്ട്. അതുപോലെ തന്നെ ധരാതലീയ ഭൂപടം വിശകലനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ പ്രാഥമിക വിവരങ്ങൾ, ഭൗതിക സവിശേഷതകൾ, സംസ്കാര സവിശേഷതകൾ എന്നിങ്ങനെ വേർതിരിച്ചാണ് ധരാതലീയ ഭൂപടം വിശകലനം നടത്തുന്നത്. നേർക്കാഴ്ച കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോണ്ടൂർ രേഖയും അതുമായി ബന്ധപ്പെട്ട ഒരു ഭൂപ്രദേശത്തിൻ്റെ ചിത്രവും നേർക്കാഴ്ചയെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പരിശോധിച്ചിട്ട് എന്ത് ചെയ്യുക, നേർക്കാഴ്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രദേശങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. ധരാതലീയ ഭൂപടങ്ങളിലെ പ്രാഥമിക വിവരങ്ങളെക്കുറിച്ച് പിന്നീട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാന ഭാഗത്തേക്ക് പറയുന്നുണ്ട്. ധരാതലീയ ഭൂപടങ്ങളിലെ എന്താണ് മാർജിനുകൾക്ക് പുറത്ത് ഭൂപടങ്ങളെ സംബന്ധിച്ച് നൽകുന്ന വിവരങ്ങളാണ് പ്രാഥമിക വിവരങ്ങൾ. എന്തൊക്കെ പെടും? ഭൂപടത്തിൻ്റെ നമ്പർ പെടും, പ്രദേശത്തിൻ്റെ പേര്, അക്ഷാംശ രേഖാംശ സ്ഥാനം, ഈസ്റ്റിങ്സ് ഇന്ത്യയും അതുപോലെ തന്നെ നോർത്തിങ്സ് ഇന്ത്യയും മൂല്യങ്ങൾ, ഈസ്റ്റിങ്സിൻ്റെയും അതുപോലെ തന്നെ നോർത്തിങ്സിൻ്റെയൊക്കെ മൂല്യങ്ങൾ, ദെൻ ഭൂപടത്തിൻ്റെ തോത്, കോണ്ടൂർ ഇടവേള, സർവേ ചെയ്തും പ്രസിദ്ധീകരിച്ചതുമായിട്ടുള്ള വർഷങ്ങൾ, സർവേയുടെ ചുമതല വഹിച്ച ഏജൻസിയുടെ പേര്, ഇവയൊക്കെ ധരാതലീയ ഭൂപടത്തിൽ പ്രാഥമിക വിവരങ്ങളായിട്ട് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ധരാതലീയ ഭൂപടങ്ങളെ പ്രാഥമിക വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ ധരാതലീയ ഭൂപടങ്ങളെ ഭൗതിക സവിശേഷതകളെക്കുറിച്ചുകൂടെ പറയുന്നുണ്ട്. നദികൾ, അതുപോലെ തന്നെ അരുവി, കിണർ, കുഴൽക്കിണർ, അതുപോലെ തന്നെ നീരുറവ, വിവിധ ഭൂരൂപങ്ങളൊക്കെ എന്താണ് ധരാതലീയ ഭൂപടങ്ങളിലെ ഭൗതിക സവിശേഷതകൾ പെടുന്നവയാണ്. അതുപോലെ തന്നെ ധരാതലീയ ഭൂപടങ്ങളിലെ സാംസ്കാരിക സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധരാതലീയ ഭൂപടങ്ങളിലെ മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് സാംസ്കാരിക സവിശേഷതകൾ. പാർപ്പിടങ്ങളാവാം, വിവിധതരം റോഡുകളാവാം, അതിർത്തികളാവാം, കൃഷിയിടങ്ങളാവാം, പോസ്റ്റ് ഓഫീസാവാം, പോലീസ് സ്റ്റേഷനാവാം, പാലമാവാം, ഇതൊക്കെ എന്താണ് ഒക്കെ മനുഷ്യനിർമ്മിത വസ്തുക്കളാണ്, സാംസ്കാരിക സവിശേഷതകളാണ്. അതുപോലെ തന്നെ അരുവി, കിണർ, കുഴൽക്കിണർ, നീരുറവ, വിവിധ രൂപങ്ങളൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള സാംസ്കാരിക സവിശേഷതകൾക്ക് ഉദാഹരണങ്ങളാണ് അല്ലേ. ഓക്കെ,
ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്റർ. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഇതിൽ നിങ്ങൾക്ക് തിയറി ആയിട്ട് വായിച്ചു പഠിക്കാനുള്ള ഭാഗങ്ങൾ വളരെ കുറവാണ്. പിന്നെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിലെന്താണ് പ്രോബ്ലം ചെയ്യാനുണ്ട്. എന്താണ് ആ ഗ്രിഡ് ഉപയോഗിച്ചുകൊണ്ട് 4 അക്ക ഗ്രിഡ് മനസ്സും 6 അക്ക ഗ്രിഡ് മനസ്സും നേർക്കാഴ്ചയുണ്ടോ എന്നുള്ളതും എല്ലാം എന്താണ് നിങ്ങൾ വരച്ച് കണ്ടെത്തേണ്ടതാണ്. ഗ്രിഡ് ഉപയോഗിച്ചുകൊണ്ട് വരച്ച് കണ്ടെത്തേണ്ടതാണ്. അതുപോലെ തന്നെ കൂടുതൽ എന്താണ് ഭാഗം വർക്ക് ചെയ്യാനുള്ളത്. ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷേ ഇതിൽ നിന്ന് ഒരു 10-12ഓളം മാർക്കിൻ്റെ ചോദ്യം തന്നെ ഹാഫ് ഇയറിലേക്ക് ചോദിക്കാറുണ്ട്. ആനുവൽ എക്സാമിനും അതുപോലെ തന്നെ ഒരു 10 മാർക്കിൻ്റെ ചോദ്യമായിട്ട് 5-8 മാർക്കിൻ്റെ ചോദ്യം ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു ചാപ്റ്ററാണ്. അടുത്ത പാർട്ടിൽ നമ്മൾ 6ാമത്തെ ചാപ്റ്ററാണ്, 5ാമത്തെ ചാപ്റ്ററാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. എക്കണോമിക്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത ദിവസം തന്നെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ലഭിക്കും. ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യുക, നിങ്ങൾ സൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ക്ലാസ് കണ്ട് പഠനത്തിന് വിജയമാക്കുക. എത്രയും പെട്ടെന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു 2 ആഴ്ചക്കുള്ളിൽ നമ്മളെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.